Hi all, welcome to Entri Technical YouTube channel. KWA ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈസെൽഫ് വിഷ്ണു ആനന്ദ്. അപ്പോൾ മെക്കാനിക്കൽ പോർഷനിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻജിൻ, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ കണ്ടു. ഇനി അതേപോലെ തന്നെ റിവറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ, കൺസെപ്റ്റുകളും അതേപോലെ തന്നെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ കണ്ടു. ഇനി അതേപോലെ തന്നെ മെക്കാനിക്കൽ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോൾഡറിങ് ആൻഡ് ബ്രേസിങ്. അപ്പോൾ മെറ്റൽ ജോയിനിങ് പ്രോസസ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടത് സോൾഡറിങ്. ആ സോൾഡറിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും അതേപോലെ തന്നെ അതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളുമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡറിങ് മെത്തേഡ്സ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾഡറുകളൊക്കെ നമ്മൾ കണ്ടു. ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബ്രേസിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. ഇപ്പോൾ ബ്രേസിങ് എന്ന് പറയുമ്പോൾ അത് സോൾഡറിങ്ങിനേക്കാൾ സ്ട്രെങ്ത് കൂടിയ ജോയിൻറ്റുകളാണ്. ഇനി പലതരം ബ്രേസിങ് മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. So bracing is a metal joining process which is done at a temperature above 427 degrees Celsius. ഈ ടെമ്പറേച്ചർ നമ്മൾ ഓർത്തിരിക്കണം, 427 ഡിഗ്രി സെൽഷ്യസ്, ആസ് കമ്പയർഡ് ടു സോൾഡറിങ് വിച്ച് ഈസ് ഡൺ ബിലോ 427 ഡിഗ്രി സെൽഷ്യസ്. So let us see the steps in bracing. First of all, clean the area of the joint thoroughly by wire brushing, emerying and by chemical solution for removing oil, grease, paints, etc. So after cleaning, fit the joints tightly using proper clamping. Maximum gap permitted between the two joining surface is only 0.08 mm. അപ്പോൾ ഇവിടെ പെർമിസിബിൾ ആയിട്ടുള്ള ഗ്യാപ്പ്, രണ്ട് കമ്പൗണ്ടുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഗ്യാപ്പ്, അത് 0.08 mm ആണ്. അങ്ങനെ ക്ലാമ്പ് ചെയ്തതിന് ശേഷം അപ്ലൈ ദി ഫ്ലക്സ് അപ്ലൈ ചെയ്യുന്നു. ദെൻ ഹീറ്റ് ദ ജോയിൻറ്റ് ടു ദി ബ്രേസിങ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കിവിടെ കാണാം, ഒരു ഓക്സി അസെറ്റ്ലീൻ ഫ്ലെയിം ഉപയോഗിച്ച് ആ ജോയിൻറ്റിനെ ചൂടാക്കുന്നുണ്ട്. ഇപ്പോൾ സോൾഡറിങ്ങും ബ്രേസിങ്ങും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. ബ്രേസിങ്ങിൽ ബേസ് മെറ്റലിനെ ചൂടാക്കുന്നുണ്ട്, പക്ഷേ സോൾഡറിങ്ങിൽ ബേസ് മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഹീറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഫില്ലർ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നു. സോ യു ക്യാൻ സീ ദ ബ്രേസ് ഫില്ലർ മെറ്റൽ. അവിടെ ഒരു ഫില്ലർ റോഡ് കാണിച്ചിട്ടുണ്ട്. ആ ഫില്ലർ മെറ്റീരിയൽ അപ്പോൾ ആ ടെമ്പറേച്ചറിൽ, ആ ഫ്ലെയിമിൽ അത് മെൽറ്റ് ആകുന്നു. അലോ ദ ജോയിൻറ്റ് ടു കൂൾ വിത്തൗട്ട് റിമൂവിങ് ദി സപ്പോർട്ട് ഗിവൺ ടു ദി ജോയിൻറ്റ്. അപ്പോൾ അങ്ങനെ ആ ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഇതിപ്പോൾ പൈപ്പ് ആയതുകൊണ്ട് ആ പൈപ്പിൻ്റെ സർക്കംഫറൻസിൽ കൂടെ മൂവ് ചെയ്യിക്കുന്നു ആ ഫ്ലെയിമിനെയും. അപ്പോൾ അത് മെൽറ്റായി ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യുന്നു ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ. ആഫ്റ്റർ ദാറ്റ് അത് തണുത്തതിന് ശേഷം ക്ലീൻ ദ ജോയിൻറ്റ് തറലി ടു റിമൂവ് റെസിഡ്വൽ ഫ്ലക്സ്. അപ്പോൾ അതിന് ശേഷം അവിടെ റിമൈനിങ് ആയിട്ടുള്ള ഫ്ലക്സ് റിമൂവ് ചെയ്യുക, ക്ലീൻ ചെയ്ത് കളയുക. അതർവൈസ് ഇറ്റ് വിൽ കോസ് കൊറോഷൻ. യു ക്യാൻ സീ ബ്രേസിങ് ഹിയർ. അപ്പോൾ ഇവിടെ രണ്ട് കോപ്പർ ട്യൂബുകളെ, അപ്പോൾ ഒരു എൽബോയും ഒരു ട്യൂബും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഓക്സി അസെറ്റ്ലീൻ ഫ്ലെയിം ഉപയോഗിച്ച് ആ എൻറ്റയർ മെറ്റീരിയൽ, ആ രണ്ട് ബേസ് മെറ്റലിനെയും അവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓൾസോ യു ക്യാൻ സീ ദ ഫില്ലർ റോഡ്. ആ ഫില്ലർ മെറ്റീരിയൽ അവിടെ വെച്ചത് മെൽറ്റ് ആകുന്നു ആ ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ ഉപയോഗിച്ച്. അത് ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേസ്ഡ് ജോയിൻസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബ്രേസ്ഡ് ജോയിൻസ് ലീക്ക് പ്രൂഫാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേസിങ് അവൈലബിൾ. പല തരത്തിലുള്ള ബ്രേസിങ്ങുകൾ ഉണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. സോ ദേ ആർ ടോർച്ച് ബ്രേസിങ്, ഫർണസ് ബ്രേസിങ്, ഡിപ്പ് ബ്രേസിങ് ആൻഡ് ഇൻഡക്ഷൻ ബ്രേസിങ്. ഇതിലെ എല്ലാ മെത്തേഡുകളിലും ബ്രേസ്ഡ് ജോയിൻ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ആവശ്യം. പക്ഷേ അത് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്. സോഴ്സ് ഓഫ് ഹീറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേസിങ് എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ദാറ്റ് ഈസ് ടോർച്ച് ബ്രേസിങ്. അപ്പോൾ അവിടെ ദ ബേസ് മെറ്റൽ ഈസ്
heated to the required temperature by the application of oxyacetylene flame. ടോർച്ച് ബ്രേസിങ്ങിൽ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഓക്സി അസെറ്റ്ലിൻ ഫ്ലെയിമാണ്. സോ യു ക്യാൻ സീ ദി ടോർച്ച് ബ്രേസിങ് ഹിയർ. അപ്പോൾ ഇവിടെ ഒരു ഓക്സി അസെറ്റ്ലിൻ ഫ്ലെയിം ഉപയോഗിച്ചാണ് ആ ബേസ് മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്നത്. ഇനി അത് ഹീറ്റ് ആയി കഴിയുമ്പോൾ, ആ ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ ഫില്ലർ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസ് മെറ്റൽ അത് ഹീറ്റ് ആകുന്നുണ്ട്, എന്നാൽ അത് മെൽറ്റ് ആകുന്നില്ല. അതിനെ ബ്രേസിങ് ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഫർണസ് ബ്രേസിങ്. അപ്പോൾ ഇവിടെ ഒരു ഫർണസിനകത്താണ് കമ്പോണൻറ്റുകൾ പ്ലേസ് ചെയ്യുന്നത്, അതിനുള്ളിൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ the parts to be braced are aligned with the bracing material placed in the joint. The assembly is kept in the furnace and the temperature is controlled to provide uniform heating. അപ്പോൾ ഇവിടെ ഒരു ഫർണസ് ഉപയോഗിക്കുമ്പോൾ ഫർണസിനുള്ളിൽ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് എയറുമായി ഉള്ള കോണ്ടാക്റ്റ് അവിടെ വരുന്നില്ല. ഫ്ലെയിമിനോ അതേപോലെ തന്നെ ആ ഹീറ്റഡ് ആയിട്ടുള്ള മെറ്റലിനോ ഒന്നും അറ്റ്മോസ്ഫിയറിക് എയറുമായുള്ള യാതൊരു കോണ്ടാക്റ്റും വരുന്നില്ല. സോ സച്ച് അറ്റ്മോസ്ഫിയർ ഇൻസൈഡ് ദി ഫർണസ് ഈസ് യൂസ്ഫുൾ ടു പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ഓർ ഡീകാർബറൈസേഷൻ ഡ്യൂറിങ് ബ്രേസിങ്. അപ്പോൾ ഒരു ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് ഓക്സിഡേഷനോ ഡീകാർബറൈസേഷനോ ഒക്കെ കാരണമാകാം. പക്ഷേ ഒരു ഫർണസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവിടെ ഓക്സിഡേഷനോ ഡീകാർബറൈസേഷനോ ഒന്നും സംഭവിക്കില്ല. ഇനി ഇവിടെ ഫ്ലക്സിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് വാക്വത്തിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫ്ലക്സ് ഈസ് നോട്ട് റിക്വയർഡ് ഹിയർ ആസ് എ പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ഈസ് പ്രൊവൈഡഡ് ഇൻസൈഡ് ദി ഫർണസ്. ഇനി ഇത്തരം ഫർണസ് ബ്രേസിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ എ ലാർജ് നമ്പർ ഓഫ് സിമിലർ ജോയിൻറ്റ്സ് ആർ ടു ബി ബ്രേസ്ഡ്. ഒരേപോലെയുള്ള ഒന്നിലധികം കമ്പോണൻറ്റുകളെ നിർമ്മിക്കണമെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ ഫർണസ് ബ്രേസിങ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ യൂണിഫോം ഹീറ്റിംഗ് ആയിരിക്കും, എല്ലായിടത്തും ഒരേ അളവിൽ ഹീറ്റ് കിട്ടും. യു ക്യാൻ സീ ദി ഫർണസ് ബ്രേസിങ് ഹിയർ. അപ്പോൾ ഇവിടെ ഈ ഒരു കമ്പോണൻറ്റ്, അപ്പോൾ ആ ഒരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ആ ബ്രേസിങ് ഫില്ലർ മെറ്റീരിയലൊക്കെ ആ ജോയിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്തിട്ടാണ് ഇത് ഫർണസിലേക്ക് വെക്കുന്നു. അവിടെ ഫർണസിനുള്ളിലെ എയറിനെ മുഴുവൻ പുറത്തേക്ക് കളയുന്നു. ഓക്കെ, ഇനി ആ ഫർണസ് ഓൺ ചെയ്യുമ്പോൾ ജനറലി അത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഇൻഡക്ഷൻ കോയിലുകളാണ് ഉണ്ടാവുക ഫർണസിനുള്ളിൽ. അപ്പോൾ ആ ഫർണസിനുള്ളിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ചെയ്യുകയും ആ ജോയിൻറ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള യാതൊരു കോണ്ടാക്റ്റും വരുന്നില്ല, അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ടുള്ള യാതൊരു കോണ്ടാക്റ്റും വരുന്നില്ല. സോ നെക്സ്റ്റ് ഈസ് ഡിപ്പ് ബ്രേസിങ്. ഇപ്പോൾ ഡിപ്പ് ബ്രേസിങ്ങിൽ ചെയ്യുന്നത്, ദ പാർട്സ് ടു ബി ബ്രേസ്ഡ് ആർ സബ്മേർജ്ഡ് ഇൻ എ മോൾട്ടൺ മെറ്റൽ ഓർ കെമിക്കൽ ബാത്ത് ഓഫ് ബ്രേസിങ് ഫില്ലർ മെറ്റൽ. അപ്പോൾ ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റൽ അതിൻ്റെ ഒരു മോൾട്ടൺ ബാത്തിലേക്ക് ബ്രേസ് ചെയ്യേണ്ട കമ്പോണൻറ്റുകളെ മുക്കുന്നു. അതാണ് ഡിപ്പ് ബ്രേസിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മോൾട്ടൺ ബാത്തിലേക്ക് ബ്രേസ് ചെയ്യേണ്ട കമ്പോണൻറ്റുകളെ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പോയിൻറ്റിലേക്ക് ആ മോൾട്ടൺ ഫില്ലർ മെറ്റൽ കാപ്പിലറി ആക്ഷൻ വഴി ഫില്ലാവും. ഈസ് ഇൻഡക്ഷൻ ബ്രേസിങ്. അപ്പോൾ ഇവിടെ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറൻറ്റിനാണ്. സോ ദ പാർട്സ് ടു ബി ബ്രേസ്ഡ് ആർ ഹീറ്റഡ് ടു ദി മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് ബ്രേസിങ് മെറ്റീരിയൽ ബൈ മീൻസ് ഓഫ് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക് കറൻറ്റ്. ഇവിടെ ഇൻഡക്ഷൻ കോയിലുകൾ ഉപയോഗിച്ചാണ് ആ ബേസ് മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ഡൺ ബൈ എൻസർക്ലിംഗ് ദി ജോയിൻറ്റ് വിത്ത് എ വാട്ടർ കൂൾഡ് ഇൻഡക്ഷൻ കോയിൽ. സോ യു ക്യാൻ സീ ദി ഇൻഡക്ഷൻ ബ്രേസിങ് ഹിയർ. അപ്പോൾ ഇവിടെ ഇൻഡക്ഷൻ കോയിലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ മെറ്റീരിയൽ ആ ട്യൂബിന് ചുറ്റും വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അത് ഹീറ്റാകും. ഇൻഡക്ഷൻ കോയിലുകൾ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ബ്രേസിങ് ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഫാസ്റ്റായി ഹീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓക്സിഡേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ടോർച്ച് ബ്രേസിങ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസ് ഇവിടെ ഉണ്ടാകില്ല. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പോണൻറ്റുകളെ നമുക്ക് ഇൻഡക്ഷൻ ബ്രേസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള
ഇൻഡക്ഷൻ കോയിലുകൾ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചെറിയ ഇത്തരത്തിലുള്ള കമ്പൗണ്ടുകളെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് ബ്രേസിങ്ങും സോൾഡറിങ്ങും ഒന്ന് കമ്പയർ ചെയ്യാം. സോ ബ്രേസിങ്, അപ്പോൾ ബ്രേസിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫില്ലർ മെറ്റീരിയൽ ഹാവ് മെൽറ്റിംഗ് പോയിൻ്റ് എബോവ് 427 ഡിഗ്രി സെൽഷ്യസ്. 427 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ബ്രേസിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ഇനി സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്നത് ഇറ്റ് ഹാസ് എ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ബിലോ 427 ഡിഗ്രി സെൽഷ്യസ്. 427 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. ഇൻ കേസ് ഓഫ് ബ്രേസിങ് വിൽ ഗെറ്റ് എ സ്ട്രോങ് ജോയിൻറ്റ്. ഇനി സോൾഡേർഡ് ജോയിൻറ്റ് അത് വീക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് വൈബ്രേഷൻ അല്ലെങ്കിൽ വലിയ ലോഡ് വരുന്ന സിറ്റുവേഷനിലൊന്നും കണ്ടീഷനിലൊന്നും സോൾഡേർഡ് ജോയിൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ആസ് കമ്പയർഡ് ടു സോൾഡേർഡ് ജോയിൻറ്റ്, ബ്രേസ്ഡ് ജോയിൻറ്റ്സ് ആർ strong. Braced joints have good corrosion resistance, whereas the soldered joints have low corrosion resistance. ഇനി ബ്രേസിങ് യൂസ് ചെയ്ത് നമുക്ക് എയർ ടൈറ്റ് ജോയിൻറ്റ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. അപ്പോൾ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ജോയിൻറ്റ് വേണമെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ബ്രേസിങ്. ഇൻ കേസ് ഓഫ് സോൾഡറിങ്, എയർ ടൈറ്റ് ജോയിൻറ്റ്സ് ആർ നോട്ട് പോസിബിൾ. ആൻഡ് ബ്രേസിങ് ഈസ് suitable for ഇവൻ തിക്കർ ഡിസ്സിമിലർ മെറ്റൽസ്. കട്ടി കൂടുതലുള്ള കമ്പൗണ്ടുകളെ നമുക്ക് ബ്രേസ് ചെയ്യാൻ സാധിക്കും. ഡിസ്സിമിലർ മെറ്റൽസിനെ ബ്രേസ് ചെയ്യാൻ സാധിക്കും. സോൾഡറിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ തിൻ സിമിലർ ഷീറ്റ് മെറ്റൽസ്. ഷീറ്റ് മെറ്റലുകളിലാണ് നമ്മൾ സോൾഡറിങ് ഉപയോഗിക്കുന്നത്. അത് സിമിലർ ആയിട്ടുള്ള മെറ്റലുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് സോൾഡറിങ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ട അടുത്തൊരു കാര്യമാണ് സിൽവർ ബ്രേസിങ്. സിൽവർ ബ്രേസിങ് ഈസ് ഓൾസോ സംടൈംസ് കോൾഡ് സിൽവർ സോൾഡറിങ്. ഇപ്പോൾ സിൽവർ സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിൽവർ ബ്രേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരേ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സിൽവർ ബ്രേസിങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലേ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ബ്രേസിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരു ഫ്ലെയിം ഉപയോഗിച്ച് ആ ബേസ് മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്നു, അതിനോടൊപ്പം ഒരു ഫില്ലർ മെറ്റീരിയൽ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ്സ് യൂസ്ഡ് ടു ജോയിൻ പാർട്സ് വിച്ച് ആർ ടു ബി ലീക്ക് പ്രൂഫ്. ഇപ്പോൾ ബ്രേസിങ് ചെയ്യുന്നത് പോലെ തന്നെ ലീക്ക് പ്രൂഫ് ജോയിൻറ്റുകൾ നമുക്ക് കിട്ടും. ആൻഡ് ഹാസ് ടു ഗിവ് മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻറ്റ്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ആൻഡ് ഈസി പ്രോസസ് ഫോർ ജോയിനിങ് കോപ്പർ, ബ്രാസ്, ബ്രോൺസ് പാർട്സ് ആസ് വെൽ ആസ് ഫോർ ജോയിനിങ് ഡിസ്സിമിലർ മെറ്റൽ ട്യൂബ്സ് ലൈക്ക് കോപ്പർ ടു സ്റ്റെയിൻലെസ് ട്യൂബ്. ഇപ്പോൾ പല മെറ്റീരിയലുകളെ നമുക്ക് സിൽവർ ബ്രേസ് ചെയ്യാം. കോപ്പർ ട്യൂബുകൾ, ബ്രാസ് ട്യൂബുകൾ, ബ്രോൺസ് പാർട്സുകൾ, അതേപോലെ തന്നെ ഡിസ്സിമിലർ മെറ്റലുകൾ തമ്മിൽ, ഇപ്പോൾ കോപ്പർ ട്യൂബും സ്റ്റീൽ ട്യൂബും തമ്മിലൊരു ജോയിൻ്റ് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേസിങ്ങോ അതേപോലെ തന്നെ സിൽവർ ബ്രേസിങ്ങോ യൂസ് ചെയ്യാം. പക്ഷേ സിൽവർ ബ്രേസിങ്ങിൽ അതിൻ്റെ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് സിൽവർ ബ്രേസിംഗ് അലോയ് ഫില്ലർ റോഡ്സ് വിൽ ബി അറൗണ്ട് 600 to 800 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ സിൽവർ ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്ന ഫില്ലർ റോഡിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 600 to 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്ത് വെക്കണം. വിച്ച് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബേസ് മെറ്റൽ ടു ബി ജോയിൻഡ്. അപ്പോൾ അത് ബേസ് മെറ്റലിൻ്റെ ഏത് മെറ്റലുകളെയാണോ ജോയിൻ ചെയ്യുന്നത് അതിനേക്കാൾ കുറവായിരിക്കും എപ്പോഴും ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ കണ്ടു. എന്താണ് ബ്രേസിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേസിങ് എന്താണ്, സിൽവർ ബ്രേസിങ് എന്താണ്, ഇനി സിൽവർ ബ്രേസിങ്ങിലെ ഫില്ലർ മെറ്റീരിയൽ അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിലെ ഡിഫറൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി സോൾഡറിങ്ങും ബ്രേസിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ കണ്ടു. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ചോദ്യം: ബ്രേസിങ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ non-ferrous filler metal having a melting point. ഇപ്പോൾ ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, മെൽറ്റിംഗ് ടെമ്പറേച്ചർ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രേസിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്: എബോവ് 427 ഡിഗ്രി സെൽഷ്യസ് ബട്ട് ലോവർ ദാൻ ദാറ്റ് ഓഫ് ബേസ് മെറ്റൽ. 427 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്, എന്നാൽ ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനേക്കാൾ കുറവാണ്. ഇനി അടുത്ത ഓപ്ഷൻ വന്നിട്ടുണ്ട്: ബിലോ 427 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ബേസ് മെറ്റൽ ഈസ് യൂസ്ഡ്. 427 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്, ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനേക്കാൾ കുറവുമാണ്.
ഇനി എബോവ് 427 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് എബോവ് ദാറ്റ് ഓഫ് ബേസ് മെറ്റൽ ഈസ് യൂസ്ഡ്. ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലും 427 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുമാണ്. ഇനി അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നു ബിലോ 427 ഡിഗ്രി സെൽഷ്യസ് ആണ്, ബട്ട് എബോവ് ദാറ്റ് ഓഫ് ബേസ് മെറ്റൽ. 427 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്, ബിലോ ആണ്, പക്ഷേ ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനേക്കാൾ മുകളിലാണ്. അപ്പോൾ ഫില്ലർ മെറ്റീരിയലായി ഉപയോഗിക്കുന്ന മെറ്റൽ അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് ബേസ് മെറ്റൽ ആണെന്ന് നമുക്കറിയാം. ഇനി ബ്രേസിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ അതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ അത് 427 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് എന്ന് നമുക്ക് അറിയാം. ആൻസർ ഈസ് ഓപ്ഷൻ എ, എബോവ് 427 ഡിഗ്രി സെൽഷ്യസ്. 427 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്, ബട്ട് ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കണം. സോ ഇൻ റെസിസ്റ്റൻസ് ബ്രേസിംഗ് ദ സോഴ്സ് ഓഫ് പവർ സപ്ലൈസ്, റെസിസ്റ്റൻസ് ബ്രേസിങ്ങിലെ സോഴ്സ് ഓഫ് പവർ സപ്ലൈ എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്, 1-to-1 ട്രാൻസ്ഫോമറാണ്. ഇനി ട്രാൻസ്ഫോമർ ഒന്നും ഉപയോഗിക്കുന്നില്ല. റെസിസ്റ്റൻസ് വെൽഡിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബ്രേസിംഗ് ആണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ റെസിസ്റ്റൻസ് വെൽഡിങ് പോലെ ഏകദേശം അതുപോലെയുള്ളൊരു പ്രോസസ്സാണത്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഹീറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ H=I²RT ആണ്, കറണ്ടാണ് കൂടുതൽ ആവശ്യം. സോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സ്പെൽറ്റർ ഈസ് എ ബ്രേസിംഗ് അലോയ് കൺസിസ്റ്റ് നോർമലി ഓഫ്. ഇപ്പോൾ ബ്രേസിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ അതിന് നമ്മൾ പറയുന്നത് സ്പെൽറ്റർ എന്നാണ്. അപ്പോൾ അത് നോർമലി അതിൻ്റെ കോമ്പോസിഷൻ എന്താണ്? അപ്പോൾ ഓപ്ഷൻസ് അതുണ്ട്. 50% കോപ്പറും 50% സിങ്കുമാണ്, 50% കോപ്പറും 50% ലെഡുമാണ്, 50% ലെഡ് ആൻഡ് 50% സിങ്ക് ആണ്, 50% കോപ്പർ ആൻഡ് 50% ടിന്നാണ്. അപ്പോൾ എന്തായാലും 50-50 ആണ്. സോ സ്പെൽറ്ററിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 50% കോപ്പർ ആൻഡ് 50% സിങ്ക് ആണ്. അപ്പോൾ അടുത്ത ചോദ്യം, ദിസ് മെത്തേഡ് ഓഫ് ബ്രേസിംഗ് ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ദി ഫില്ലർ മെറ്റൽ ranges from 620 degrees Celsius to 800 degrees Celsius and it is used in instrument making. The method is, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ബ്രേസിംഗ് മെത്തേഡ്, അതിലെ ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ അത് 620-നും 800-നും ഇടയിലാണ്. അപ്പോൾ അത് ഏതാണ് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. സിൽവർ ബ്രേസിംഗ് ആണ്, ഇൻഡക്ഷൻ ബ്രേസിംഗ് ആണ്, ഡിപ്പ് ബ്രേസിംഗ് ആണ്, ടോർച്ച് ബ്രേസിംഗ് ആണ്. അറിയാം 600 to 800 റേഞ്ചിൽ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഉള്ള ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് സിൽവർ ബ്രേസിങ്ങിലാണ്. ഇപ്പോൾ അടുത്ത ചോദ്യം, ഇൻ ദ പ്രോസസ് ഓഫ് സോൾഡറിങ്, സോൾഡറിങ്ങുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. യു ഹാവ് നോട്ടീസ്ഡ് സോൾഡർ നോട്ട് സ്റ്റിക്കിംഗ് ടു സഫിഷ്യൻ്റ്ലി ഹീറ്റഡ് കോപ്പർ സോൾഡറിങ് ബിറ്റ്. ഇപ്പോൾ സോൾഡറിങ് കോപ്പർ ബിറ്റ് ഹീറ്റ് ചെയ്തതാണ്, പക്ഷേ അതുമായിട്ട് സോൾഡർ സ്റ്റിക്ക് ചെയ്യുന്നില്ല. വെൻ റബ്ഡ് ഓവർ സോൾഡർ ബാർ, വാട്ട് സ്റ്റെപ്പ് ഡു യു ടേക്ക് ടു ഓവർകം ദി പ്രോബ്ലം? അപ്പോൾ അത് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പ്രീ ഹീറ്റ് ദി സോൾഡറിനെ പ്രീ ഹീറ്റ് ചെയ്യുക, ക്ലീൻ ദ ബിറ്റ് തറലി, ചേഞ്ച് ദി സോൾഡറിങ് ബിറ്റ് ഷേപ്പ്, സോൾഡറിങ് ബിറ്റിൻ്റെ ഷേപ്പ് മാറ്റുക, റബ് ദ ബിറ്റ് ഓവർ സോൾഡർ ഫോർ ലോങ്ങർ പീരിയഡ്. അപ്പോൾ അത് സോൾഡർ ബിറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആ ബിറ്റിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടായിരിക്കും. സോ യു ഹാവ് ടു ക്ലീൻ ദ ബിറ്റ് തറലി. സോൾഡറിങ് അയേൺസ്, സോൾഡറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആർ മെയ്ഡ് ഓഫ് കോപ്പർ. ഇപ്പോൾ സോൾഡറിങ് അയൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കോപ്പർ അല്ലെങ്കിൽ കോപ്പറിൻ്റെ അലോയ്സ് ആണ്. അപ്പോൾ അങ്ങനെ കോപ്പർ ഉപയോഗിച്ചത് മാനുഫാക്ചർ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹെവി ആയതുകൊണ്ടാണ്, അതിന് വളരെ ഭാരമുള്ളത് കൊണ്ടാണ്. അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നു. ഇറ്റ് ഈസ് ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, അത് ഹീറ്റിനെ കടത്തിവിടില്ല അതുകൊണ്ടാണ്. ഇനി ഇറ്റ് ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, അത് ഹീറ്റിനെ എളുപ്പത്തിൽ കടത്തിവിടും, ഗുഡ് കണ്ടക്ടറാണ് അതുകൊണ്ടാണ്. ഇനി ഇറ്റ് ഈസ് തെർമൽ എക്സ്പാൻഷൻ ഈസ് മോർ, അത്
ഹീറ്റ് ചെയ്യുമ്പോൾ അതിലെ സൈസിൽ വരുന്ന വ്യത്യാസം അത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോപ്പർ ഉപയോഗിക്കാൻ കാരണം, സോൾഡറിങ് അയേൺസ് നിർമ്മിക്കാനായി കോപ്പർ ഉപയോഗിക്കാൻ കാരണം ഇറ്റ് ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. അത് ഹീറ്റിനെ എളുപ്പത്തിൽ കടത്തിവിടും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അടുത്തൊരു ചോദ്യം, വൈൽ ബ്രേസിങ്. ഇപ്പോൾ ബ്രേസിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വെൽ ക്ലീൻഡ് ആൻഡ് ഫ്ലക്സ്ഡ് ജോയിൻറ്റ് with suitable filler metal and flame, the deposited filler metal sometimes wets only one plate of the joint. അപ്പോൾ ഒരു ബ്രേസിങ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ അവിടെ ജോയിൻറ്റ് അത് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഫ്ലക്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഫില്ലർ മെറ്റൽ അത് ഒരു പ്ലേറ്റിനെ മാത്രമേ വെറ്റ് ചെയ്യുന്നുള്ളൂ. ഇൻ സച്ച് സിറ്റുവേഷൻ ഹൗ ഡു യു ഓവർകം ദി പ്രോബ്ലം? ഇപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബൈ ചേഞ്ചിങ് ദ ഫ്ലെയിം മാറ്റുക, ഇനി ബൈ ഹീറ്റിംഗ് ദ ജോയിൻറ്റ് ഇവൻലി, ബൈ ഇൻക്രീസിങ് ദി ബ്രേസിങ് സ്പീഡ്, ബൈ ഡിപ്പോസിറ്റിംഗ് മോർ ഫില്ലർ മെറ്റൽ. സച്ച് സിറ്റുവേഷൻ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ആ ജോയിൻറ്റിനെ എല്ലായിടത്തും തുല്യമായി ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബൈ ഹീറ്റിംഗ് ജോയിൻറ്റ് ഇവൻലി. ഇപ്പോൾ ഹീറ്റ് കുറഞ്ഞതുകൊണ്ടാണ് ആ പ്ലേറ്റിലത് അപ്പോൾ ബ്രേസിങ്ങുമായി ബന്ധപ്പെട്ട ബ്രേസിങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില പ്രോബ്ലങ്ങളും അതിൻ്റെ റീസൺസും അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതും അറിഞ്ഞിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒരു കേസ്, ഫില്ലർ മെറ്റൽ ബോൾസ് അപ്പ്, ഡസ് നോട്ട് മെൽറ്റ് ആൻഡ് ഫ്ലോ ഇൻ ടു ദി ജോയിൻറ്റ്. ഫില്ലർ മെറ്റീരിയൽ അത് മെൽറ്റ് ആകുന്നില്ല, അതിന് പകരം അത് ഉണ്ടകളായിട്ട് മാറുന്നതാണ്, ജോയിൻറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ക്ലീനിങ് ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ്. സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് പിക്ലിംഗ് ഓർ ആഡിങ് മെക്കാനിക്കൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ടു റിമൂവ് ഓക്സൈഡ്സ്, ഓയിൽ ഓർ അതർ സർഫസ് കോട്ടിങ്സ് മസ്റ്റ് ബി ഡൺ. അപ്പോൾ വീണ്ടും തറവായി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ഒരു പ്രോബ്ലം, ഫില്ലർ മെറ്റൽ മെൽറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഡസ് നോട്ട് ഫ്ലോ കംപ്ലീറ്റ്ലി ത്രൂ ദി ജോയിൻറ്റ്. അത് മെൽറ്റ് ചെയ്തു, ബട്ട് അത് ജോയിൻറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നില്ല. അങ്ങനെ ജോയിൻറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ ഒന്ന്, ലോങ്ങർ പ്രീഹീറ്റിംഗ് പീരിയഡ് റിക്വയർഡ്. അപ്പോൾ വീണ്ടും അതിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ട് അത് ഫ്ലോ ചെയ്യാതിരിക്കാം. ദ ബേസ് മെറ്റൽ മെ നോട്ട് ബി ഹോട്ട് ഇനഫ്. ബേസ് മെറ്റൽ ആവശ്യത്തിന് ചൂടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ഇനി എ വൈഡർ ഓർ നാരോവർ ജോയിൻറ്റ് ഗ്യാപ്പ് ഷുഡ് ബി പ്രൊവൈഡഡ്. അപ്പോൾ അവിടെ ആ ഷീറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ആ ജോയിൻറ്റിലെ കമ്പൗണ്ടുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അത് 0.08 mm ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കൂടുതലാണെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഡിഫക്റ്റ് വരാം. ജോയിൻ മസ്റ്റ് നോട്ട് ബി ടു ടൈറ്റ് ഓർ ടു ലൂസ്. എങ്കിൽ മാത്രമേ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവിടെ ആ ഫില്ലർ മെറ്റീരിയലിന് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഒഴുകി ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു പ്രോബ്ലം, ഫില്ലർ മെറ്റൽസ് റൺസ് ഔട്ട് ഇൻസൈഡ് ഓഫ് റണ്ണിങ് ഇൻ ടു ദ ജോയിൻറ്റ്. ജോയിൻറ്റിനകത്തേക്ക് ഫ്ലോ ചെയ്യേണ്ടതിന് പകരം അത് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെയാണ് എങ്കിൽ റീപൊസിഷൻ ദ ജോയിൻറ്റ്, അത് ടിൽറ്റ് ചെയ്യുക, ജോയിൻറ്റ് ചരിച്ചു വെക്കുക. സോ ദാറ്റ് ഗ്രാവിറ്റി ഹെൽപ്സ് ദ ഫില്ലർ മെറ്റൽ ടു റൺ ഇൻ ടു ദി ജോയിൻറ്റ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഫില്ലർ മെറ്റൽ ആ ഗ്യാപ്പിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ അത് പൊസിഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനൊരു ഡിഫക്റ്റ് വന്നത്. ഒരു പ്രോബ്ലം, ഫില്ലർ മെറ്റൽ മെൽറ്റ്സ് ബട്ട് വിൽ നോട്ട് ഫ്ലോ. ഫില്ലർ മെറ്റൽ മെൽറ്റ് ആകുന്നുണ്ട്, പക്ഷേ അത് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ക്ലീനിങ് ഓഫ് ഫില്ലർ മെറ്റൽ ടു റിമൂവ് ഓക്സൈഡ്സ് ഈസ് റിക്വയർഡ്. ഫില്ലർ മെറ്റലിനെ വീണ്ടും ക്ലീൻ ചെയ്യണം. മോർ ഫ്ലക്സ് ഓൺ ബോത്ത് ഫില്ലർ ആൻഡ് ബേസ് മെറ്റൽ ഈസ് റിക്വയർഡ്. കൂടുതൽ ഫ്ലക്സ് അപ്ലൈ ചെയ്യുക. അടുത്തൊരു ചോദ്യം, സ്പെൽറ്റർ ഓഫ് ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ഈസ് റിക്വയർഡ് ടു ബ്രേസ് ഡിഫറെൻറ്റ് മെറ്റൽസ്. പല മെറ്റലുകളെ ബ്രേസ് ചെയ്യാനായി പല കോമ്പോസിഷനുള്ള സ്പെൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പോസിഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ബ്രേസിങ് സ്റ്റീൽ. സ്റ്റീലിനെ ബ്രേസ് ചെയ്യാനായി ഏത് കോമ്പോസിഷനിലുള്ള സ്പെൽറ്ററാണ് ചൂസ് ചെയ്യേണ്ടത്? 1 part കോപ്പർ ആൻഡ് 1 part സിങ്ക് ആണ്. 2 part കോപ്പർ ആൻഡ് 1 part സിങ്ക് ആണ്. 3 parts കോപ്പർ ആൻഡ് 2 part സിങ്ക് ആണ്. ഇനി 4 parts കോപ്പർ ആൻഡ് 3 parts സിങ്ക് ആണ്. സ്റ്റീലിനെ ബ്രേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെൽറ്റർ, അതിൻ്റെ കോമ്പോസിഷൻ എന്തായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് ഉപയോഗിക്കുന്നത്
1 part copper and 1 part zinc ആണ്. അതായത് 50% copper and 50% zinc ആണ്. So next question, what is the method of soldering applied in rectifying the leakage of water tanks and fuel tanks? ഇപ്പോൾ soldering method which is applied in rectifying leakage of water tanks and fuel tanks. വാട്ടർ ടാങ്കിലെ ഫ്യൂവൽ ടാങ്കിലെ ലീക്കേജിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോൾഡറിങ് മെത്തേഡ് ഏതാണ്? അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബ്രേസിംഗ് ആണ്, സിൽവർ സോൾഡറിങ് ആണ്, സ്വെറ്റിംഗ് സോൾഡറിങ് ആണ്, ലെഡ് ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് സ്വെറ്റിംഗ് സോൾഡറിങ്. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ എസെൻഷ്യൽ ടു ഡു സോൾഡറിങ്? ഇപ്പോൾ സോൾഡറിങ് ചെയ്യുന്നതിന് ആവശ്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എ ഫീച്ചർ എസെൻഷ്യൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. കറക്റ്റ് ജോയിൻറ്റ് ഡിസൈൻ, കറക്റ്റ് ജോയിൻറ്റ് ഡിസൈൻ ആയിരിക്കണം. ഇനി പ്രിപ്പറേഷൻ ഓഫ് ജോയിൻ്റ് ആണ്, സെലക്ഷൻ ഓഫ് സോൾഡർ ആണ്, ക്ലീൻ വിത്ത് വയർ ബ്രഷ് ആണ്. ഓക്കെ, അപ്പോൾ സോൾഡറിങ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ക്ലീൻ വിത്ത് വയർ ബ്രഷ്. വയർ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ബ്രേസിങ്ങിലാണ്. സോൾഡറിങ്ങിൽ നമ്മൾ വയർ ബ്രഷ് ഉപയോഗിച്ചല്ല ക്ലീൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഇനോർഗാനിക് ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് ബ്രോൺസ്? ബ്രോൺസിനെ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇനോർഗാനിക് ഫ്ലക്സ് ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സാൽ അമോണിയാക്കാണ്, കിൽഡ് സ്പിരിറ്റ് ആണ്, മ്യൂറിയാറ്റിക് ആസിഡ് ആണ്, ഫോസ്ഫോറിക് ആസിഡ് ആണ്. അപ്പോൾ ബ്രോൺസിനെ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇനോർഗാനിക് ഫ്ലക്സ് ദാറ്റ് ഈസ് കിൽഡ് സ്പിരിറ്റ്. കിൽഡ് സ്പിരിറ്റ് ആണ് ബ്രോൺസിനെ വെൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇനോർഗാനിക് ഫ്ലക്സ്. ഇപ്പോൾ അടുത്ത ചോദ്യം, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സോൾഡറിങ് അയൺ? സോൾഡറിങ് അയൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? ഇപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബ്രോൺസ് ആണ്, ബ്രാസ് ആൻഡ് ബ്രാസ് അലോയ്സ് ആണ്, കോപ്പർ ആൻഡ് കോപ്പർ അലോയ്സ് ആണ്, ടിന്നാണ്. അറിയാം, സോൾഡറിങ് അയൺ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കോപ്പർ ആൻഡ് കോപ്പർ അലോയ്സ് ആണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ടിൻ ലെഡ് റേഷ്യോ ഇൻ എക്സ്ട്രാ ഫൈൻ സോൾഡർ? എക്സ്ട്രാ ഫൈൻ സോൾഡറിലെ ടിന്നിൻ്റെയും ലെഡിൻ്റെയും റേഷ്യോ എന്താണ്? അപ്പോൾ ഓപ്ഷൻസ് അതുണ്ട്. 50-50 ആണ്, 66 ആൻഡ് 34% ആണ്, 63 ആൻഡ് 37% ആണ്, 60-40 ആണ്. അപ്പോൾ എക്സ്ട്രാ ഫൈൻ സോൾഡറിലെ ടിൻ ലെഡ് റേഷ്യോ എന്ന് പറയുന്നത് 66% ടിൻ ആൻഡ് 34% ലെഡ്. അതിനെയാണ് നമ്മൾ എക്സ്ട്രാ ഫൈൻ സോൾഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത ചോദ്യം, ദ മെത്തേഡ് ഓഫ് ജോയിനിങ് മെറ്റൽസ് ബൈ മീൻസ് ഓഫ് ഫില്ലർ വയേഴ്സ് ഹുസ് മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് ബിലോ 425 ഡിഗ്രി സെൽഷ്യസ് ഈസ് നോൺ ആസ്. 425 ഡിഗ്രി സെൽഷ്യസ് താഴെ മെൽറ്റിംഗ് പോയിൻ്റുള്ള ഫില്ലർ വയറുകൾ ഉപയോഗിച്ച് ജോയിൻറ്റുകൾ ഉണ്ടാക്കുന്നതിനെ എന്ത് പറയും? അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോൺ ഫെറസ് വെൽഡിംഗ് ആണ്, ഗാൽവനൈസിങ് ആണ്, അഡസീവ് ബോണ്ടിങ് ആണ്, സോൾഡറിങ് ആണ്. 427 ഡിഗ്രി സെൽഷ്യസിന് താഴെ, 427 ഡിഗ്രി സെൽഷ്യസിന് താഴെ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഫില്ലർ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ജോയിൻറ്റുകൾ ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ പറയുന്നത് സോൾഡറിങ് എന്നാണ്. ഈസ് സോഫ്റ്റ് സോൾഡർ കൺസിസ്റ്റ് ഓഫ്? സോഫ്റ്റ് സോൾഡർ എന്തൊക്കെ മെറ്റീരിയലുകളുടെ കോമ്പിനേഷനാണ്? കോപ്പർ ആൻഡ് ടിന്നാണ്, ലെഡ് ആൻഡ് സിങ്ക് ആണ്, ലെഡ് ആൻഡ് ടിന്നാണ്, ലെഡ് ആൻഡ് അലൂമിനിയം ആണ്. അപ്പോൾ സോഫ്റ്റ് സോൾഡർ എന്ന് പറയുന്നത് ലെഡിൻ്റെയും ടിന്നിൻ്റെയും കോമ്പോസിഷനാണ്. അടുത്ത ചോദ്യം, ദ കോമൺലി യൂസ്ഡ് ഫ്ലക്സ് ഫോർ ബ്രേസിംഗ് ഈസ്? ഇപ്പോൾ ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് അതിന് എന്ത് പേര് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ട്. ബോറക്സ് എന്നാണ്, അലൂമിനിയം ക്ലോറൈഡ് എന്നാണ്, റെസിൻ എന്നാണ്, ഇനേർട്ട് ഗ്യാസ് എന്നാണ്. അപ്പോൾ ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് അതിനെ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ബ്രേസിങ്ങിൽ കോമൺ ആയി ഉപയോഗിക്കുന്ന ഫ്ലക്സ് അതാണ് ബോറക്സ്. അടുത്തൊരു ചോദ്യം, ഇലക്ട്രോണിക് കമ്പോണൻസ് ആർ ഓഫൺ ജോയിൻഡ് ബൈ? ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളിലെ ജോയിൻറ്റുകൾ ചെയ്യുന്നത് എന്ത് വെച്ചാണ്? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അഡസീവ് വെച്ചാണ്, സോൾഡറിങ് വഴിയാണ്, ബ്രേസിങ് വഴിയാണ്, സ്പോട്ട് വെൽഡിങ് വഴിയാണ്. ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളിലെ ജോയിൻറ്റുകൾ ഫോം ചെയ്യുന്നത് സോൾഡറിങ് വഴിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓർഗാനിക് ഫ്ലക്സ്? ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓർഗാനിക് ഫ്ലക്സ്? അപ്പോൾ ഇത് സോൾഡറിങ്ങുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
ടാലോ ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, സിങ്ക് ക്ലോറൈഡാണ്, ഫോസ്ഫോറിക് ആസിഡാണ്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് ക്ലോറൈഡ്, ഫോസ്ഫോറിക് ആസിഡ് ഇതെല്ലാനും ഇനോർഗാനിക് ഫ്ലക്സുകളാണ്. സോ ദ ഓർഗാനിക് ഫ്ലക്സ് താഴെ തന്നിരിക്കുന്നതിലുള്ളത് ടാലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കിയത് ബ്രേസിങ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ബ്രേസിങ് എന്താണ്, അതേപോലെ തന്നെ സിൽവർ ബ്രേസിങ് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, സോൾഡറിങ്ങും ബ്രേസിങ്ങും തമ്മിൽ എന്താണ് വ്യത്യാസം, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേസിങ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഓക്കെ, താങ്ക് യു.